തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരയായി നിന്റെ സ്നേഹം ആശ്രയിക്കാൻ ക്രൂശിതാനി അലിവൊഴുകും തിരുഹൃദയം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരയായി നിന്റെ സ്നേഹം ആശ്രയിക്കാൻ ക്രൂശിതാനി അലിവൊഴുകും തിരുഹൃദയം. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ, ആ പുണ്യ ഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ. നെഞ്ചോടു ചേർത്തിടാ കുർബാനയായും തിരുനിണധാരയിൽ എന്നെ പൊതിഞ്ഞും. നെഞ്ചോടു ചേർത്തിടാ കുർബാനയായും തിരുനിണധാരയിൽ എന്നെ പൊതിഞ്ഞും. ശത്രുകരങ്ങളിൽ തിരുമാറെനിക്കായി തുറന്നു തന്നും. ശത്രുകരങ്ങളിൽ നിന്നൊളിക്കാൻ തിരുമാറെനിക്കായി തുറന്നു തന്നും. തിരുഹൃദയമേ എന്നഭയമേ, പാപികൾക്കാശ്വാസമേ, തിരുഹൃദയമേ എൻ രക്ഷയേ, കരുണതൻ തിരുഭവനമേ. ആശയറ്റ ജീവിതത്തിൽ ആത്മനാഥ നീയഭയം, അരികെ വന്നാൽ നീ തുറക്കും അലിവൊഴുകും തിരുഹൃദയം. ആശയറ്റ ജീവിതത്തിൽ ആത്മനാഥ നീയഭയം, അരികെ വന്നാൽ നീ തുറക്കും അലിവൊഴുകും തിരുഹൃദയം. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ, ആ പുണ്യ ഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യ സ്നേഹമേ, നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നി എന്നിലേക്ക് ഒഴുക്കണമേ. നിന്റെ ഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണമേ. ഇരുളു നിറഞ്ഞ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അഭയമായി തീരണമേ. വലിയ ബോധ്യത്തോടെ നമുക്ക് ഏറ്റുപറയാം, നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നി എന്നിൽ നിറയ്ക്കണം. നിന്റെ ഹൃദയത്തിൽ എന്നെ കാത്തു സൂക്ഷിക്കണം. ഇരുളു നിറഞ്ഞ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നീ അഭയമായിട്ട് തീരണം.
നീ എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അത്രയധികമാണ് അവിടുത്തെ സ്നേഹം. ആ സ്നേഹത്തോട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹൃദയത്തിൽ സ്തുതികൾ ഉയർത്തിക്കൊണ്ടിരിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. തളർന്നു പോകാവുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. തകർന്നു പോയേക്കാവുന്ന ഒരുപാട് സമയങ്ങൾ. ഈശോയെ കുരിശിൽ തറച്ച് അവിടത്തേക്ക് ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും വേദനകളിലേക്കും തള്ളിവിട്ടപ്പോൾ ശിഷ്യന്മാര് ഓടി ഒളിക്കുന്നുണ്ട്. അവനെ കല്ലറയിൽ സംസ്കരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും വളരെ കുറച്ചു പേരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന, എല്ലാം തീർന്നുപോയെന്ന് കരുതുന്ന ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയങ്ങളെല്ലാം നമ്മുടെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഭൂമി ഒന്നാകെ അഗാധ മൗനത്തിലേക്ക് ആഴ്ന്നുപോയ ദിനമാണ് ദുഃഖശനി. സർവ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ശിഷ്യന്മാർ വഞ്ചികളും വലയും തിരഞ്ഞ ദിവസമാണ് ദുഃഖശനി. ഭക്തസ്ത്രീകൾ ലേപനങ്ങൾ ഒരുക്കി ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഒന്നുകൂടി കാണാൻ കാത്തിരുന്ന ദിവസം. കയ്യഫാസും കൂട്ടരും അവരുടെ പദ്ധതികൾ വിജയിച്ചു എന്ന് വിലയിരുത്തി ഉന്മാദം കൊണ്ട ദിനവും കൂടിയാണിത്. പട്ടാളക്കാർ അതീവ ജാഗ്രതയോടെ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുകയാണ്. ക്രിസ്തുവാണെങ്കിൽ ഭീതിജനകമായ പാതാളത്തിലേക്ക് ഇറങ്ങിയ ദിവസം. മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിക്കുന്നതിനുള്ള പ്രയാണമാണ്. ഒരു മാലാഖയോ ദൈവദൂതനോ കൂട്ടിനില്ലാതെ ഏറ്റവും ഭീകരമായ വഴിയിൽ അവനിന്ന് ഒറ്റയ്ക്കാണ്. ബെത്ലഹേമിലും മരുഭൂമിയിലും ഗത്സമനിയിലുമൊക്കെ അവന് മാലാഖമാർ ഒപ്പമുണ്ടായിരുന്നു. ഏറ്റവും വലിയ പോരാട്ടത്തിൽ ഇപ്പോൾ അവൻ തനിച്ചാണ്. ദാവീദിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തുമെന്ന മാലാഖയുടെ വാക്കുകളെ നെഞ്ചിലേറ്റി കാത്തിരിക്കുകയാണ് നസറത്തിലെ ഭവനത്തിൽ മറിയമെന്ന സ്ത്രീ. ദൈവപുത്രനിൽ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് കന്യാമറിയം. മണ്ണിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുന്നത് ദൈവത്തിൻ്റെ ഏകപുത്രനാണെന്ന സത്യം അവൾ മാത്രം അനുഭവിച്ചറിഞ്ഞ ദൈവ അനുഭവമാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രതീക്ഷയുടെ നാളം കത്തിച്ചു വയ്ക്കാം.
നമുക്ക് വേണ്ടി മരണപ്പെട്ടവൻ നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്യുമെന്ന വലിയ പ്രതീക്ഷയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരമുള്ള മനസ്സിൻ്റെ എല്ലാ പ്രകൃതങ്ങളെയും നീക്കിക്കളയാൻ കഴിവുള്ള ഒരു ദൈവം. ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളെ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിറവുള്ളതാക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. സ്നേഹത്തിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുൾ വീഴുന്ന വീഥികളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് അഭയമായിട്ട് തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഈരടികൾ നമുക്കൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരയായി നിന്റെ സ്നേഹം ആശ്രയിക്കാൻ ക്രൂശിതാനെ അലിവൊഴുകും തിരുഹൃദയം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരയായി നിന്റെ സ്നേഹം ആശ്രയിക്കാൻ ക്രൂശിതാനെ അലിവൊഴുകും തിരുഹൃദയം. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ, ആ പുണ്യ ഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണേ. ഇരുൾ വീഴും വീതിയിൽ അഭയമായി തീരണേ. ഇരുൾ വീഴും വീതിയിൽ അഭയമായി തീരണേ. ഇരുൾ വീഴും വീതിയിൽ അഭയമായി തീരണേ. പിതാവ് തനിക്ക് കൈമാറിയ ഒരു വ്യക്തി പോലും നഷ്ടമാകാതെ വലിയ കരുതലോടെ അവൻ നേടിയെടുക്കുകയാണ് നമ്മെ ഓരോരുത്തരെയും. പിതാവിൻ്റെ ഭവനത്തിൽ എല്ലാവർക്കും ഇടമുണ്ടാകാനാണ് ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയത്. സഭയിൽ ഈ വിശ്വാസം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. തിരുസഭ തൻ്റെ മക്കളെ മാമോദീസായുടെ നവീകരണത്തിലേക്ക് ക്ഷണിക്കുന്ന ദിവസം കൂടിയാണ് ഈ ദുഃഖശനി. മാമോദീസായിലൂടെ അവനോടുകൂടി മരിച്ചിരിക്കുന്ന നമ്മൾ അവനോടുകൂടി ജീവിക്കുമെന്ന് തിരുസഭ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മാറിടം പിളർന്നൊഴുകിയിറങ്ങിയ തിരുരക്തവും വെള്ളവും മനുഷ്യനെ കഴുകി വെടിപ്പാക്കുകയാണ്. മനുഷ്യനെ പിരിയാൻ പറ്റാത്തൊരു ദൈവം എന്നെ കരുതുന്നത് അവൻ്റെ ഇടനെഞ്ചിൽ തന്നെയാണ്. മനുഷ്യനെ പിരിയാൻ പറ്റാത്തൊരു ദൈവം എന്നെ കരുതുന്നത് അവൻ്റെ ഇടനെഞ്ചിൽ തന്നെയാണ്. ആ സ്നേഹത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ആ സ്നേഹത്തിൽ നമുക്ക് മറഞ്ഞിരിക്കാം. കാൽവരിയുടെ നെറുകയിൽ തന്നെ നഷ്ടപ്പെടുത്തിയത് തൻ്റെ മക്കൾക്ക് കാവലാകാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ നമുക്ക് സുരക്ഷ ഉറപ്പുവരുത്തിയതാണ് കാൽവരിയിൽ
കുരിശിൽ ബലിയായി തീർന്നതുവഴി. ഈ ഒരു വലിയ സത്യം നമുക്ക് മറക്കാതിരിക്കാം. വേടന്റെ വലയിൽ കുടുങ്ങാതെ ഓടിയൊളിക്കുന്ന അരിപ്രാവുകൾക്ക് വൃക്ഷങ്ങളുടെ പഴുതുകൾ അഭയമാകുന്നത് പോലെ അവൻ്റെ ഹൃദയഭിത്തിയിൽ ഒരു പഴുത് അവൻ എനിക്കായി തീർത്തിട്ടുണ്ട്. ഇങ്ങനെ കാവലാകാൻ മറ്റാർക്കാണ് സാധിക്കുക? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസമരുളാം. ചങ്കോട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി കുർബാനയായി അവൻ കാത്തിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ ആഗ്രഹിക്കുന്നതിലേറെ ദൈവം മനുഷ്യനെ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. യോഹന്നാനെ പോലെ ആ മാറിൽ തലചായ്ച്ച് സ്നേഹമാവോളം അനുഭവിക്കാൻ നമുക്കുമാകട്ടെ. യോഹന്നാൻ ഈശോയുടെ മാറിൽ ചാഞ്ഞു കിടന്നതുപോലെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നമുക്കും ചാഞ്ഞു കിടക്കാം. കാരണം അവൻ്റെ ഹൃദയത്തിൽ നമുക്ക് എപ്പോഴും ഇടമുണ്ട്. നമ്മെ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് അവിടുന്ന്. ദൈവം പോലും കൈവെടിഞ്ഞു എന്നൊക്കെ മനുഷ്യന് എങ്ങനെ വെറുതെ ചിന്തിക്കാനാവുന്നത്? ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അവൻ കൈവിട്ടു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ നാം ഓരോരുത്തരുമുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. തള്ളിക്കളയാതെ തള്ളിപ്പറയാതെ നമ്മെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരുവനാണ് ക്രിസ്തു. ആ ഈശോയെ നമുക്ക് കൈവിടാതിരിക്കാം. നിരാശപ്പെടേണ്ട കാര്യമില്ല. ശിഷ്യന്മാർ ഓടി ഒളിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വേണ്ടിയാണ് കാൽവരിയിൽ കുരിശിൽ അവൻ മരിച്ചത്, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. ആ ഈശോയെ ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് സ്നേഹിക്കാം. ഇത്രയും നാൾ നമുക്ക് പറ്റിയതൊക്കെ അവിടുന്ന് മറന്നുകൊള്ളും. നാം അവിടുത്തോട് കാണിക്കാത്ത സ്നേഹമൊക്കെ അവിടുന്ന് ഓർത്തു വയ്ക്കില്ല. പക്ഷേ ഇനി മുതൽ, ഈ നിമിഷം മുതൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പഠിക്കാം. കാരണം ഞാൻ ഏതൊക്കെ വഴികളിലൂടെ യാത്ര ചെയ്താലും എന്നെ കരുതുന്നവനാണ് ദൈവം. നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കുർബാനയായവൻ, അവിടുത്തെ തിരുനിണം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചവൻ, ആ ഈശോയെ നമുക്ക് വീണ്ടും വീണ്ടും നന്ദിയുടെ പ്രകരണങ്ങൾ ഉരുവിട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കുർബാനയായവൻ. നെഞ്ചോട് ചേർത്തിടാം കുർബാനയായും തിരുനിണധാരയിൽ എന്നെ പൊതിഞ്ഞും. നെഞ്ചോട് ചേർത്തിടാം കുർബാനയായും തിരുനിണധാരയിൽ എന്നെ പൊതിഞ്ഞും. ശത്രുകരങ്ങളിൽ നിന്നൊഴിപ്പിക്കും
ഇരുൾ വീഴും വീതിയിൽ അഭയമായി തീരണേ. ഇരുൾ വീഴും വീതിയിൽ അഭയമായി തീരണേ. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ. ആ പുണ്യഹൃദയത്തിൽ എന്നെ എന്നും കൈക്കൊള്ളണേ. ഇരുൾ വീഴുന്ന വീഥിയിൽ അഭയമായി തീരണേ. നമ്മുടെ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. സകലതും നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മെ അവിടെ നയിക്കട്ടെ. അവിടുത്തെ സ്നേഹാഗ്നി നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്നുണ്ട്. അവിടുത്തെ തിരുരക്തം കൊണ്ട് നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. അവിടുത്തെ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം തരുന്നുണ്ട്. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തവും പുതുവെള്ളവും അത് നമ്മുടെ ജീവിതത്തെ ആകമാനം കഴുകി നമ്മെ വെടിപ്പാക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയാണ് അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടത്. ആ ഹൃദയത്തിലേക്ക് നമുക്കുള്ളത് മുഴുവൻ, നമ്മുടെ കുറവുകളും കഴിവുകളും എല്ലാം ചേർത്ത് വയ്ക്കാം. നഷ്ടങ്ങളുടെ കണക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. തകർച്ചകളുടെ ജീവിത ഭാരങ്ങൾ നമുക്ക് അവിടെ ഇറക്കി വയ്ക്കാം. നിരാശയുടെ അനുഭവങ്ങളെ നമുക്ക് അവിടത്തോട് ചേർത്ത് വയ്ക്കാം. നഷ്ടധൈര്യരാകാതെ ഈശോയോട് ചേർന്ന് നമുക്ക് യാത്ര തുടരാം. കാരണം ഈശോ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. അവൻ്റെ തിരുരക്തം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ ധൈര്യപ്പെടുത്തി ജീവിതത്തിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. നമുക്ക് വീണ്ടും ആ ഈരടികളെ മനസ്സിൽ കൊണ്ടുവരാം. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ. നിന്റെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് വെക്കണമേ. ഇരുൾ വീഴുന്ന വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും നിന്റെ ഹൃദയത്തിൽ എനിക്ക് അഭയം നൽകണം. അങ്ങനെ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കൂടുതൽ മറ്റുള്ളവരെ വിലമതിക്കാൻ, കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതുവഴി എനിക്കാകട്ടെ. ഓ ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ. ആ പുണ്യഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ.
നെഞ്ചോടു ചേർത്തിടാം കുർബാനയായും തിരുനിണധാരയിൽ എന്നെ പൊതിഞ്ഞും നെഞ്ചോടു ചേർത്തിടാം